പഠിക്കാൻ ഉയർന്ന ഫീസ് നൽകണം. പഠിച്ചിറങ്ങിയാലോ തൊഴിലുമില്ല. 2 വർഷം മുമ്പ് വരെ സ്വപ്നഭൂമിയായി കരുതിയിരുന്ന കാനഡയിൽ ഇപ്പോൾ ഇന്ത്യൻ വിദ്യാർത്ഥികൾക്ക് വളരെ വലിയ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. തൊഴിലില്ലായ്മ തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം. അതുകൂടാതെ താമസ സ്ഥലത്തിൻ്റെ വാടക കൊടുക്കാൻ ചെറു ജോലികൾ എടുത്തു കഴിഞ്ഞുകൂടേണ്ട അവസ്ഥയിലാണ് ഇപ്പോൾ കാനഡയിലുള്ള വിദ്യാർത്ഥികൾ. നിരവധി വിദ്യാർത്ഥികളാണ് ഇപ്പോൾ കാനഡയിലേക്ക് പറന്നുയരുന്നത്. 10,000-ഓളം മലയാളി വിദ്യാർത്ഥികൾ ഇപ്പോൾ തന്നെ കാനഡയിലുണ്ട്. ഇവരിൽ നല്ലൊരു പങ്കും കഴിഞ്ഞ 3 വർഷത്തിനുള്ളിൽ കാനഡയിലേക്ക് ചേക്കേറിയവരാണ്. പക്ഷേ കാനഡയിലെ ജീവിത ചെലവ് താങ്ങാൻ കഴിയാതെ പല വിദ്യാർത്ഥികളും കടുത്ത പ്രതിസന്ധി ഇപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. ഇന്ത്യൻ വിദ്യാർത്ഥികൾ കനേഡിയൻ വിദ്യാർത്ഥികളെക്കാൾ 4 മടങ്ങ് ഫീസാണ് അവിടെ നൽകിക്കൊണ്ടിരിക്കുന്നത്. ഇന്ത്യൻ മണി വെച്ച് നോക്കുകയാണെങ്കിൽ ഏകദേശം 20 ലക്ഷം രൂപയെങ്കിലും അവരുടെ കണക്കുകളിൽ രേഖപ്പെടുത്തുന്നുണ്ട്. ഏജന്റുമാരുടെ ചതിയിൽപ്പെട്ടും പലരും എത്തിച്ചേർന്നത് നിലവാരമില്ലാത്ത കോളേജുകളിലും കോഴ്സുകളിലും. ലക്ഷങ്ങൾ കൊടുത്ത് പഠിച്ച കുട്ടികൾ ജോലി സാധ്യത പോലും ഇല്ലാത്ത അവസ്ഥയിലാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. എഞ്ചിനീയറിംഗ് പഠിച്ചിറങ്ങിയ വിദ്യാർത്ഥിക്ക് കാർ ഓടിച്ചും ചായ വിറ്റും ജീവിക്കേണ്ട അവസ്ഥയാണ് കാനഡയിൽ ഇപ്പോൾ ഉള്ളത്. ഉള്ളതെല്ലാം വിറ്റും കടം വാങ്ങിയും ലോൺ എടുത്തും പലരും കാനഡയിലേക്ക് ചേക്കേറിയിട്ടുണ്ട്. വിഷാദരോഗം ബാധിച്ച് പലരും ഇപ്പോൾ ആത്മഹത്യയുടെ വക്കിലാണ് നിൽക്കുന്നത്. പലപ്പോഴും ആഴ്ചകളിൽ 2 മൃതദേഹങ്ങളെങ്കിലും നാട്ടിലേക്ക് കയറ്റി അയക്കേണ്ട സാഹചര്യം നിലനിൽക്കുകയാണെന്ന് കനേഡിയൻ റിപ്പോർട്ടുകൾ പറയുന്നു. അതിൽ നിരവധി മലയാളികളും. കുടിയേറ്റക്കാരുടെ അനിയന്ത്രിതമായ വരവ് മൂലം തദ്ദേശീയരുടെ തൊഴിൽ നഷ്ടപ്പെടുകയും വീട്ടുവാടക വൻതോതിൽ ഉയർത്തുകയും ചെയ്തിട്ടുണ്ട് കാനഡക്കാർ. ഇതോടൊപ്പം തദ്ദേശീയരുടെ കുടിയേറ്റ വിരുദ്ധ വികാരം കാര്യങ്ങൾ കൂടുതൽ പ്രതിസന്ധിയിലാകുന്നു. അതെല്ലാം നമ്മൾ നിരവധിയായി ചർച്ച ചെയ്തതുമാണ്. തൊഴിലില്ലായ്മയും താമസിക്കാൻ വീടുകളുടെ ലഭ്യതക്കുറവുമാണ് തദ്ദേശീയരെ ഇന്ത്യക്കാർക്ക് നേരെ തിരിയാൻ പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു കനേഡിയൻ സ്ത്രീ ഇന്ത്യക്കാരനോട് തിരിച്ച് നാട്ടിൽ പോകാനും ഇത് നിങ്ങളുടെ രാജ്യമല്ല എന്ന് പറഞ്ഞ വീഡിയോ എല്ലാം സാമൂഹ്യ മാധ്യമങ്ങളിൽ വൈറലായിരുന്നു. ഇതിനോടകം ഇന്ത്യൻ വിദ്യാർത്ഥികളും കാനഡയിൽ സ്ഥിരതാമസമാക്കിയ ഇന്ത്യക്കാർക്ക് നേരെയും വംശീയാധിക്ഷേപം നടത്തുന്നതായും രാജ്യം വിട്ടു പോകാൻ ആവശ്യപ്പെടുകയും ചെയ്യുന്ന നിരവധി വീഡിയോകൾ അങ്ങനെ പുറത്തു വന്നിട്ടുണ്ട്. പാർട്ട് ടൈം ജോലി ചെയ്താണ് ഭൂരിഭാഗം വിദ്യാർത്ഥികളും പഠനത്തിന് പണം കണ്ടെത്തുന്നത്. ഹോട്ടലിലെ ക്ലീനിങ്ങും വെയർഹൗസുകളിലെ കൂലിവേലയും ചെയ്തും തോട്ടത്തിലെ കൃഷിയുമൊക്കെയായി ഇക്കൂട്ടത്തിൽ ജോലി ചെയ്യുന്നുണ്ട്. പെൺകുട്ടികൾ ഉൾപ്പെടെ കടുത്ത പ്രതിസന്ധിയാണ് ഇപ്പോൾ അവിടെ നേരിടുന്നത്. പണം കണ്ടെത്താൻ മറ്റു മാർഗങ്ങൾ തേടേണ്ട അവസ്ഥയിലാണ് നമ്മുടെ കുട്ടികൾ. സുരക്ഷിത ഭാവി കെട്ടിപ്പടുക്കാൻ പ്രതീക്ഷയോടെ വിമാനം കയറിയവർക്കാണ് കാനഡ ഇപ്പോൾ നരകതുല്യമായ ജീവിതമാക്കി മാറ്റിയിരിക്കുന്നത്. ഇതോടൊപ്പം തന്നെ ലഹരി മാഫിയകളും വിദ്യാർത്ഥികൾക്കിടെ പിടിമുറുക്കുന്നുണ്ട്. ലഹരിക്ക് അടിമപ്പെടുന്ന വിദ്യാർത്ഥികളെ ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന പല സംഘങ്ങളും കാനഡയിലുണ്ട്. ലൈംഗിക ചൂഷണങ്ങൾക്ക് വരെ ലഹരിക്കടിമയായ വിദ്യാർത്ഥികൾ ഇരയാകുന്നുണ്ട്. ഇത്തരത്തിലുള്ള ലഹരി മാഫിയയ്ക്കും ലൈംഗിക മാഫിയയ്ക്കും ഇരയാകുന്ന നിരവധി പെൺകുട്ടികളും കാനഡയിൽ ഏറെയാണ്. ഇതോടൊപ്പം ഇന്ത്യൻ വിദ്യാർത്ഥികൾക്ക് നേരെ അക്രമ സ്വഭാവങ്ങളും ആശങ്ക ഉയർത്തുന്ന വിധം വർദ്ധിക്കുന്നുണ്ട്. വിദേശകാര്യ മന്ത്രാലയത്തിന്റെ കണക്ക് പ്രകാരം 18 ലക്ഷം ഇന്ത്യൻ വംശജർ ഉൾപ്പെടെ ഏകദേശം 28 ലക്ഷം ഇന്ത്യക്കാർ ഇപ്പോൾ കാനഡയിൽ താമസിക്കുന്നുണ്ട്. ഇവരിൽ 7,70,000 പേരും സിഖുകാരാണ്. കൂടാതെ കാനഡയിലേക്ക് ഏറ്റവും അധികം വിദ്യാർത്ഥികളെ എത്തിക്കുന്ന രാജ്യവും ഇന്ത്യ തന്നെയാണ്. ഏകദേശം 4,27,000 ഇന്ത്യൻ വിദ്യാർത്ഥികൾ ഇപ്പോൾ അവിടെയുണ്ട്. ഇതിനിടെ ഇന്ത്യയുമായുള്ള നയതന്ത്ര പ്രശ്നങ്ങൾ തുടരുന്നതിനിടെ അന്താരാഷ്ട്ര വിദ്യാർത്ഥികൾക്കുള്ള ഫാസ്റ്റ് ട്രാക്ക് വിസ സമ്പ്രദായവും കാനഡ അവസാനിപ്പിക്കുകയും ചെയ്തിരുന്നു. കാനഡയിൽ ഉപരിപഠനം നടത്തുന്നതിന് ആയിരക്കണക്കിന് അന്താരാഷ്ട്ര വിദ്യാർത്ഥികൾക്ക് വളരെ വേഗം വിസ ലഭ്യമാകുന്ന സമ്പ്രദായമായിരുന്നു ഇത്. അപേക്ഷിച്ച് 20 ദിവസത്തിനകം വിസ നടപടികൾ പൂർത്തിയാകും എന്നതാണ് ഇതിൻ്റെ പ്രത്യേകത. ഓരോ വർഷവും ആയിരക്കണക്കിന് ഇന്ത്യൻ വിദ്യാർത്ഥികളാണ് കാനഡയിലേക്ക് എത്തുന്നത്. 2023 മാത്രം 2 ലക്ഷം ഇന്ത്യൻ വിദ്യാർത്ഥികൾ ഈ വിസയിൽ കാനഡയിൽ എത്തിയിട്ടുണ്ട്. അവർക്കെല്ലാം ഇപ്പോൾ അവിടെ എന്ത് ചെയ്യണമെന്ന് അറിയില്ല. ഇതിനെല്ലാം ഒരു പരിഹാരം കണ്ടെത്തുന്നതിന് ഇന്ത്യൻ സർക്കാരും കാനഡ സർക്കാരും ഒരുമിച്ച് പ്രവർത്തിക്കേണ്ടത് അത്യാവശ്യമായി കഴിഞ്ഞു. കുട്ടികളുടെ ഭാവി ഇല്ലാതാകുന്നത് ഇരു രാജ്യങ്ങൾക്കും വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. അതിനാൽ ഉടനെ തന്നെ ഇതിനെല്ലാം ഒരു നടപടി സ്വീകരിക്കുമെന്ന് പ്രതീക്ഷിക്കാം.